മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. AI ഇമ്പാക്ട് സമ്മിറ്റില് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിക്കൂറുകൾക്ക് മുമ്പ് പ്രസംഗിച്ചതിന്റെ പരിഭാഷയാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മുടെ പ്രധാനമന്ത്രി ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് പോയി എന്നൊരു വാർത്ത നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോ ഇവിടെ സകല ജിഹാദികളും കൂടി ഒറ്റക്കെട്ടായിട്ട് ഈ രാജ്യത്ത് ക്ഷേത്രം മാത്രമേ വളരുന്നുള്ളൂ എന്നൊക്കെ വിളിച്ചു പറയാറുണ്ട്. അത് വിളിച്ചു പറയുന്നത് എന്തിന്റെ കടി കൊണ്ടാണ് എന്നുള്ളതൊക്കെ വിവേകമുള്ള മലയാളികൾക്കറിയാം. സകല മലയാളികളും തിരിച്ചറിയാം. ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്നത് പോലെ തന്നെ ലോകത്തെ ഏറ്റവും അത്യാധുനിക ടെക്നോളജിയും നമ്മുടെ രാജ്യം തന്നെയാണ് ഉയർത്തിപ്പിടിച്ച് ലോകത്തിന് മാതൃകയാകുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണ്, ബ്രസീലിയൻ പ്രസിഡന്റ്, അബുദാബി കിരീടാവകാശി, ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, അങ്ങനെ ലോക നേതാക്കന്മാർ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഗൂഗിൾ മുതൽ പ്രധാനപ്പെട്ട കമ്പനികളുടെ സിഇഒമാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ പരിഭാഷയാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. അന്ന് വായിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രിമാരെ, വ്യവസായ നേതാക്കൾ, നവീകരണക്കാർ, സംരംഭകർ, ഗവേഷണ പ്രതിനിധികൾ, മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളെ, സ്ത്രീകളെ, മാന്യരെ, നമസ്തേ. ലോകത്തിലെ ഏറ്റവും വലുതും ചരിത്രപരവുമായ AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. മനുഷ്യരാശിയുടെ 1/6 പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലാണ് ഈ ഉച്ചകോടി നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഖ്യ ഇന്ത്യയിലാണ്. ഏറ്റവും വലിയ സാങ്കേതിക പ്രതിഭകളുടെ ശേഖരം ഇവിടെയുണ്ട്. ഇന്ത്യ അഭൂതപൂർവമായ വേഗതയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ സൃഷ്ടിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. പുതിയ സാങ്കേതിക വിദ്യകൾക്കായി ആകാംക്ഷയുള്ള 1.4 ബില്യൺ ഇന്ത്യക്കാരുടെ പേരിൽ ഗവൺമെന്റ് തലവന്മാരെയും ആഗോള AI ആവാസ വ്യവസ്ഥയുടെ നേതാക്കളെയും നവീനരെയും ഈ ഉച്ചകോടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു, എന്റെ നന്ദി അറിയിക്കുന്നു. ഇന്ത്യയിൽ ഈ ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യക്കും മുഴുവൻ ആഗോള ദക്ഷിണേന്ത്യക്കും അഭിമാനകരമായ കാര്യമാണ്. ഈ കമ്മിറ്റിയിൽ AI ലോക നേതാക്കൾ ഉൾപ്പെടുന്നു. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള വിശിഷ്ട വ്യക്തികൾ അതിന്റെ വിജയത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ നമ്മൾ കണ്ട യുവതലമുറയുടെ സാന്നിധ്യം ഒരു പുതിയ ആത്മവിശ്വാസം പകരുന്നു. സാധാരണയായി ചില ആളുകൾക്ക് പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ച് തുടക്കത്തിൽ സംശയമുണ്ട്. എന്നാൽ ലോകത്തിലെ യുവതലമുറ AI സ്വീകരിക്കുകയും അത് സ്വന്തമാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതിന്റെ വേഗതയും ആത്മവിശ്വാസവും അഭൂതപൂർവമാണ്. AI ഉച്ചകോടി പ്രദർശനത്തിന് വളരെയധികം ആവേശവും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവ പ്രതിഭകൾ വലിയ തോതിൽ എത്തിയിട്ടുണ്ട്. കാർഷിക സുരക്ഷ, വികലാംഗർക്ക് സഹായം എന്നിവ ഉൾപ്പെടെ ബഹുഭാഷാ ജനതയുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പരിഹാരങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ശക്തിക്കും ഈ മേഖലയിലെ ഇന്ത്യയുടെ നൂതന കഴിവുകൾക്കും ഒരു മികച്ച ഉദാഹരണമാണ്. സുഹൃത്തുക്കളെ, മനുഷ്യ ചരിത്രത്തിൽ ഓരോ ഏതാനും നൂറ്റാണ്ടുകളിലും ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നു. ആ വഴിത്തിരിവ് നാഗരികതയുടെ ദിശ പുനഃസജ്ജമാക്കുന്നു. അവിടെ നിന്ന് വികസനത്തിന്റെ വേഗതയും മാറുന്നു. ചിന്തയുടെയും ധാരണയുടെയും പ്രവർത്തനത്തിന്റെയും മാതൃകകൾ മാറുന്നു. രസകരമായ കാര്യം, നമ്മൾ ആ പരിവർത്തന കാലഘട്ടത്തിലായിരിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ ആഘാതം നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയില്ല എന്നതാണ്. ആദ്യത്തെ തീപ്പൊരി കല്ലുകളിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ ആ തീപ്പൊരി നാഗരികതയുടെ അടിത്തറയാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. സംസാരം ആദ്യമായി ലിപിയായി രൂപാന്തരപ്പെട്ടപ്പോൾ ലിഖിത അറിവ് ഭാവി സംവിധാനങ്ങളുടെ നട്ടെല്ലായി മാറുമെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. സിഗ്നലുകൾ ആദ്യമായി വയർലെസ് ആയി കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ ഒരു ദിവസം മുഴുവൻ ലോക തത്സമയം ബന്ധിപ്പിക്കപ്പെടുമെന്ന് ആരും സങ്കല്പിച്ചിരുന്നില്ല. സുഹൃത്തുക്കളെ, കൃത്രിമ ബുദ്ധി മനുഷ്യ ചരിത്രത്തിലെ അത്തരമൊരു പരിവർത്തനമാണ് ഇന്ന് നമ്മൾ കാണുന്നതും നമ്മൾ പ്രവചിക്കുന്നതും അതിന്റെ സ്വാധീനത്തിന്റെ ഒരു ആദ്യകാല അടയാളം മാത്രമാണ്. AI യന്ത്രങ്ങളെ ബുദ്ധിമാന്മാരാക്കുന്നു. എന്നാൽ അതിലുപരി അത് മനുഷ്യന്റെ സാധ്യതകളെ ഗണ്യമായി വർദ്ധിപ്പിക്കുകയാണ്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത്തവണ വേഗത അബോധപൂർവമാണ്, സ്കെയിൽ അബോധപൂർവമാണ്.
മുമ്പ് സാങ്കേതിക വിദ്യയുടെ സ്വാധീനം അനുഭവപ്പെടാൻ പതിറ്റാണ്ടുകൾ എടുത്തിരുന്നു. ഇന്ന് മെഷീൻ ലേണിംഗിൽ നിന്ന് ലേണിംഗ് മെഷീനുകളിലേക്കുള്ള യാത്ര ദ്രുതവും ആയമേറിയതും വ്യാപകവുമാണ്. അതിനാൽ നാം വിശാലമായ ഒരു കാഴ്ചപ്പാട് നിലനിർത്തുകയും തുല്യമായ വിശാലമായ ഉത്തരവാദിത്തം വഹിക്കുകയും വേണം. നിലവിലെ തലമുറയോടൊപ്പം ഭാവി തലമുറകൾക്കായി നാം അവശേഷിപ്പിക്കുന്ന AI-യുടെ രൂപത്തെക്കുറിച്ചും നാം ആശങ്കപ്പെടണം. അതിനാൽ ഇന്നത്തെ യഥാർത്ഥ ചോദ്യം ഭാവിയിൽ കൃത്രിമ ബുദ്ധിക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നതല്ല. ചോദ്യം ഇന്ന് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും എന്നതാണ്. മനുഷ്യരാശി മുമ്പ് ഇത്തരം ചോദ്യങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഏറ്റവും ശക്തമായ ഉദാഹരണം ആണവോർജമാണ്. അതിന്റെ നാശവും അതിന്റെ നല്ല സംഭാവനകളും നമ്മൾ കണ്ടിട്ടുണ്ട്. AI ഒരു പരിവർത്തന ശക്തി കൂടിയാണ്. ദിശാബോധമില്ലാത്തതാണെങ്കിൽ അത് തടസ്സങ്ങളിലേക്ക് നയിച്ചേക്കാം. ശരിയായി നയിച്ചാൽ അത് പരിഹാരങ്ങളിലേക്ക് നയിച്ചേക്കാം. AI-യെ യന്ത്ര കേന്ദ്രീകൃതത്തിൽ നിന്ന് മനുഷ്യ കേന്ദ്രീകൃതമാക്കി എങ്ങനെ മാറ്റാം, അതിനെ എങ്ങനെ സംവേദനക്ഷമതയുള്ളതും ഉത്തരവാദിത്തമുള്ളതുമാക്കാം. ഈ ആഗോള AI ഇമ്പാക്ട് കമ്മിറ്റിയുടെ അടിസ്ഥാന ലക്ഷ്യം ഇതാണ്. സുഹൃത്തുക്കളെ, ഇന്ത്യ AI-യെ എങ്ങനെ കാണുന്നു? ഈ ഉച്ചകോടിയുടെ പ്രമേയത്തിൽ ഇത് വ്യക്തമായി പ്രതിഫലിക്കുന്നു. സർവജൻ ഹിതായ, എല്ലാവരുടെയും ക്ഷേമത്തിനായി. ഇതാണ് നമ്മുടെ മാനദണ്ഡം. മനുഷ്യർ AI-യുടെ വെറും ഡാറ്റ പോയിന്റുകളായി മാറരുത്. മനുഷ്യരെ വെറും അസംസ്കൃത വസ്തുവായി ചുരുക്കരുത്. അതിനാൽ AI-യെ ജനാധിപത്യവൽക്കരിക്കണം. പ്രത്യേകിച്ച് ആഗോള ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടുത്തലിനും ശാക്തീകരണത്തിനുമുള്ള ഒരു മാധ്യമമാക്കി മാറ്റണം. സുഹൃത്തുക്കളെ, നമ്മൾ AI-ക്ക് ഒരു തുറന്ന ആകാശം നൽകുകയും കമാൻഡ് ഏറ്റെടുക്കുകയും വേണം. GPS പോലെ GPS നമുക്ക് വഴി കാണിക്കുന്നു, എന്നാൽ നമ്മൾ ഏത് ദിശയിലേക്ക് പോകണം എന്നതിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം നമ്മുടേതാണ്. ഇന്ന് നമ്മൾ AI എടുക്കുന്ന ദിശ നമ്മുടെ ഭാവിയെ നിർണയിക്കും. സുഹൃത്തുക്കളെ, ഇന്ന് ന്യൂഡൽഹിയിലെ AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ ഞാൻ മാനവ് അവതരിപ്പിക്കുന്നു. മാനവ് AI-ക്കുള്ള മനുഷ്യ ദർശനം. മനുഷ്യൻ എന്നാൽ മനുഷ്യൻ എന്നാണ്. മനുഷ്യ ദർശനം ധാർമ്മികവുമായ സംവിധാനങ്ങൾ ആവശ്യപ്പെടുന്നു. അതായത് AI അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം ഉത്തരവാദിത്ത ഭരണം. അതായത് സുതാര്യമായ നിയമങ്ങൾ, ശക്തമായ മേൽനോട്ടവും ദേശീയ പരമാധികാരവും. അതായത് എല്ലാവർക്കും ഡാറ്റയ്ക്കുള്ള അവകാശമുണ്ട്, ആക്സസ് ചെയ്യാവുന്നതും ഉൾക്കൊള്ളുന്നതും. അതായത് AI ഒരു കുത്തകയല്ല, മറിച്ചൊരു ഗുണിതമായിരിക്കണം. സാധുവും നിയമാനുസൃതവുമാണ്. അതായത് AI നിയമപരവും പരിശോധിക്കാവുന്നതുമായിരിക്കണം. 21-ാം നൂറ്റാണ്ടിലെ AI നയിക്കുന്ന ലോകത്ത് മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായുള്ള ഒരു നിർണായക കണ്ണിയായി ഇന്ത്യയുടെ ഈ മനുഷ്യ ദർശനം മാറും. സുഹൃത്തുക്കളെ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്റർനെറ്റ് ആദ്യമായി ഉയർന്നു വന്നപ്പോൾ അത് എത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. AI-യുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. ഇന്ന് ഭാവിയിൽ ഏതുതരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് സങ്കല്പിക്കാൻ പ്രയാസമാണ്. AI ഉപയോഗിച്ചുള്ള ജോലിയുടെ ഭാവി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല. അത് നമ്മുടെ തീരുമാനങ്ങളെയും പ്രവർത്തനഗതിയെയും തീരുമാനങ്ങളെയും ആശ്രയിച്ചിരിക്കും. നമുക്ക് ജോലിയുടെ ഭാവി ഒരു പുതിയ അവസരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരുമായി ബുദ്ധിപരമായ സംവിധാനങ്ങളുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന യുഗമാണിത്. മനുഷ്യർക്ക് ബുദ്ധിപരമായ സംവിധാനങ്ങൾക്കും സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു യുഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. AI നമ്മുടെ ജോലിയെ കൂടുതൽ മികച്ചതും കാര്യക്ഷമവും സ്വാധീനവും ചെലുത്തുന്നതുമാക്കും. ഞങ്ങൾ മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്യും, വേഗത്തിൽ നിർമ്മിക്കും, മികച്ച തീരുമാനങ്ങൾ എടുക്കും. ഏത് കൂടുതൽ ആളുകൾക്ക് ഉയർന്ന മൂല്യമുള്ളതും സൃഷ്ടിപരവും അർത്ഥവത്വവുമായ റോളുകൾ നൽകും. നവീകരണം, സംരംഭകത്വം, പുതിയ വ്യവസായങ്ങൾ എന്നിവക്കുള്ള ഒരു വലിയ അവസരമാണിത്. അതിനാൽ വൈദഗ്ധ്യം, പുനർനൈപുണ്യ വികസനം, ആജീവനാന്ത പഠനം എന്നിവ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണം. സുഹൃത്തുക്കളെ, ജോലിയുടെ ഭാവിയെ ഉൾക്കൊള്ളുന്നതും വിശ്വസനീയവും മനുഷ്യ കേന്ദ്രീകൃതവുമായിരിക്കും. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോയാൽ കൃത്രിമ ബുദ്ധി എല്ലാ മനുഷ്യരാശിയുടെയും കഴിവുകളെ പുതിയ ഉയരങ്ങളിലേക്ക്
ഉയർത്തും. സുഹൃത്തുക്കളെ, സൂര്യപ്രകാശമാണ് ഏറ്റവും നല്ലതെന്ന് പറയപ്പെടുന്നു. സുതാര്യതയാണ് ഏറ്റവും വലിയ സുരക്ഷ. ചില രാജ്യങ്ങളും കമ്പനികളും AI ഒരു തന്ത്രപരമായ ആസ്തിയാണെന്നും അതിനാൽ രഹസ്യമായി വികസിപ്പിക്കണമെന്നും വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ത്യയുടെ ചിന്ത വ്യത്യസ്തമാണ്. AI പോലുള്ള സാങ്കേതിക വിദ്യകൾ പങ്കിടുമ്പോൾ മാത്രമേ ലോകത്തിന് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കോഡുകൾ തുറന്നതും പങ്കിടുന്നതുമാകുമ്പോൾ അപ്പോൾ മാത്രമേ നമ്മുടെ ദശലക്ഷക്കണക്കിന് യുവ മനസ്സുകൾക്ക് അവയെ മികച്ചതും സുരക്ഷിതവുമാക്കുവാൻ കഴിയൂ. അതിനാൽ AI ഒരു ആഗോള പൊതു നന്മയായി വികസിപ്പിക്കാൻ നമുക്ക് ദൃഢനിശ്ചയം ചെയ്യാം. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു പ്രധാന ആവശ്യം ആഗോള മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ്. വൈകല്യങ്ങളും കെട്ടിച്ചമച്ച ഉള്ളടക്കവും തുറന്ന സമൂഹങ്ങളെ അസ്ഥിരതപ്പെടുത്തുന്നു. ഭൗതിക ലോകത്ത് നമ്മൾ എന്താണ് കഴിക്കുന്നതെന്ന് അറിയാൻ ഭക്ഷണത്തിലെ പോഷകാഹാര ലേബലുകൾ നോക്കുന്നു. അതുപോലെ ഡിജിറ്റൽ ലോകത്ത് യഥാർത്ഥ ഉള്ളടക്കവും AI സൃഷ്ടിച്ച ഉള്ളടക്കവും തമ്മിൽ ആളുകൾക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ ഉള്ളടക്കത്തിന് ആധികാരികത നിലവാരവും ഉണ്ടായിരിക്കണം. AI കൂടുതൽ ടെക്സ്റ്റ്, ഇമോജുകൾ, വീഡിയോകൾ എന്നിവ സൃഷ്ടിക്കുമ്പോൾ വ്യവസായത്തിന് വാട്ടർ മാർക്കിങ്ങും വ്യക്തമായ ഉറവിട മാനദണ്ഡങ്ങളും കൂടുതലായി ആവശ്യമാണ്. അതിനാൽ ഈ വിശ്വാസം തുടക്കം മുതൽ തന്നെ സാങ്കേതിക വിദ്യയിൽ കെട്ടിപ്പടുക്കേണ്ടത് നിർണായകമാണ്. സുഹൃത്തുക്കളെ, കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. സ്കൂൾ പാഠ്യപദ്ധതികൾ ക്യൂറേറ്റ് ചെയ്യുന്നത് പോലെ AI ഇടവും കുട്ടികൾക്ക് സുരക്ഷിതവും കുടുംബത്തിന് വഴികാട്ടപ്പെടുന്നതുമായിരിക്കണം. സുഹൃത്തുക്കളെ, ഇന്ന് ലോകത്ത് രണ്ട് തരം ആളുകളുണ്ട്. ഒന്ന് AI ഭയപ്പെടുന്നവരാണ്. അവർ എപ്പോഴും അങ്ങനെ പറയും. AI ഭയപ്പെടുന്നവർ. മറ്റൊന്ന് AI വിധി കാണുന്നവരാണ്. സുഹൃത്തുക്കളെ, ഞാൻ അത് ഉത്തരവാദിത്വത്തോടെ പറയുന്നു, അഭിമാനത്തോടെയും ഞാൻ പറയുന്നു, നമുക്ക് ഭയമില്ല. ഇന്ത്യ AI അതിന്റെ വിധി കാണുന്നു. ഇന്ത്യ AI അതിന്റെ ഭാവി കാണുന്നു. നമുക്ക് കഴിവും ഊർജ്ജശേഷിയും നയവ്യക്തതയുമുണ്ട്. ഈ ഉച്ചകോടിയിൽ 3 ഇന്ത്യൻ കമ്പനികൾ അവരുടെ AI മോഡലുകളും ആപ്പുകളും പുറത്തിറക്കിയതായി നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ മോഡലുകൾ നമ്മുടെ യുവാക്കളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുകയും ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്ന പരിഹാരങ്ങളുടെ ആയവും വൈവിധ്യവും പ്രതിഫലിക്കുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണം മുതൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരെ ഒരു പ്രതിരോധ ശേഷിയുള്ള ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ്. സുരക്ഷിതമായ ഡാറ്റാ സെന്ററുകൾ, ശക്തമായ ഒരു IT നട്ടെല്ല്, ചലനാത്മകമായ ഒരു സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ ഇന്ത്യയെ താങ്ങാനാവുന്നതും അളക്കാവുന്നതും സുരക്ഷിതവുമായ AI പരിഹാരങ്ങൾക്കുള്ള ഒരു സ്വാഭാവിക കേന്ദ്രമാക്കി മാറ്റുന്നു. ഇന്ത്യക്ക് വൈവിധ്യവും ജനസംഖ്യാശാസ്ത്രവും ജനാധിപത്യവുമുണ്ട്. ഇന്ത്യയിൽ വിജയിക്കുന്ന ഏതൊരു AI മോഡലും ആഗോളതലത്തിൽ വിന്യസിക്കാൻ കഴിവും. അതിനാൽ ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിക്കാനും ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ലോകത്തിന് കൈമാറുക, മാനവികതയ്ക്ക് കൈമാറുക. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ. നന്ദി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണിക്കൂറുകൾക്ക് മുമ്പേ ഉള്ളൊരു പ്രസംഗ ലോകം ഇതിനെ ഉറ്റുനോക്കി. എത്രത്തോളം ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയാണ് ഭാരതം ഭരിക്കുന്നത് എന്ന് ലോകം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളെയാണ് ഞാൻ ഈ പരിഭാഷപ്പെടുത്തി നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. നരേന്ദ്രമോദിയിലൊക്കെ വിശ്വസിക്കുന്ന രാജ്യത്തെ ഓരോ ഭാരതീയനും വളരെയേറെ അഭിമാനിക്കാവുന്നത് തന്നെയാ. അത്രത്തോളം ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയുടെ ഒരു പ്രസംഗമല്ലേ നമ്മൾ ഈ കേട്ടിട്ടുള്ളത്. പലരും AI എതിർക്കുമ്പോ, ലോകത്തേത് അത്യാധുനിക ടെക്നോളജികൾ വരുമ്പോഴും അത് രാജ്യത്തിന് എങ്ങനെ ഗുണകരമാക്കാമെന്ന് ഇതുപോലെ പ്രഖ്യാപനങ്ങൾ നടത്തിയൊരു പ്രധാനമന്ത്രി ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ നമ്മുടെ പ്രധാനമന്ത്രിയിലൊക്കെ ഓരോ ഭാരതീയനും ഒരുപാട് അഭിമാനിക്കാം.